ഹലോ ഗായ്സ്, കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു വ്ളോഗാണ്. മിനി വ്ളോഗ് എന്നൊക്കെ പറയാം. ആ ഒരു വ്ളോഗാണിത്. നമ്മളിങ്ങനെയൊക്കെ ഉണ്ട് ഗായ്സ്. മറ്റെന്താ പറയാ, ഇല്ല കേട്ടാ. അങ്ങനെയുണ്ട്. നമ്മൾ ഓരോ സോങ്ങും കേൾക്കുമ്പോൾ ഭയങ്കര അട്രാക്ട് ചെയ്താൽ നമുക്കൊരു ഇതുണ്ടാവില്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വേറൊന്നുമില്ല, നമ്മൾ വൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വൈബിങ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. നിങ്ങളൊന്ന് കണ്ടോ? ആ വൈബിങ് ആണിത്. ഇത് തിരുവാതിര കളിക്കുന്നൊന്നല്ല, ഇത് പക്ക വൈബിങ്. മറ്റേ പാട്ടെല്ലാം വെച്ച് ഹെഡ്സെറ്റെല്ലാം കുത്തി, ഇത് പഴയതോ ഹെഡ്സെറ്റ് കുത്തിയിട്ട് കളിക്കുന്ന കളി. ഡാൻസ് ഉണ്ട്, അങ്ങനെ വരാമെന്ന് എടുത്തേക്ക്. ഒരു വൈബ്രേഷനാണ് ഇവിടെ കണ്ണ്. ഗൈസ്, ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ച ഒരു കാരണത്താലാണ്. കാരണം നമ്മളൊരു ഗിവ് അവേ വെച്ചാലോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും ഗിവ് അവേ വെക്കാം. എന്താ, ഞാൻ വഴിയേ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഈ വ്ലോഗ് ഒന്ന് കണ്ടു നോക്ക്, ഫുള്ള് കാണേ. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. അയാൾ ഈ വ്ലോഗ് കാണാൻ നല്ല രസമുണ്ടാവും. ഞാൻ കൊടുത്തിക്കില്ല, ഇനി കൊടുക്കുമ്പോളെ കാണാൻ പാടുള്ളതുള്ളൂ. ഓളെ മുട്ടായും അലീസല്ലേ കണ്ടിക്കും. ഇനിയും കുറേ ഉണ്ട്, കണ്ടാലും അത്ര പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഞാൻ ആൾക്ക് കൊടുക്കാൻ വെച്ച ഗിഫ്റ്റ് ആയിട്ട്. പിന്നെ ബർത്ത്ഡേ ഒന്നുമില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മാസത്തിലും ഒരു വീക്കിൽ കൊടുക്കലുണ്ട്. അതുപോലെ കൊടുക്കും കേട്ടോ. ഇന്നാണ് ഞാനൊന്നുമില്ല, വെറുതെ ഒരു ഗിവ് അവേൻ്റെ ഒരു വ്ളോഗാണ്. ഓരോ ഡീപ്പ് ലൈറ്റ് എന്ന് പറയുന്നത് ഡീപ്പായിട്ട് എടുക്കും. ഫുള്ള് വൃത്തിയായിട്ട് ഒരു അഗ്ലി കാരണം തന്നെ എന്തൊരു പെരാൻ പിടിക്കുന്നൊരു ഇതുപോലെയാണ് ഇവിടെ കാണിച്ചത്. ഫുള്ള് ഇനി ഇതെല്ലാം മറ്റെന്താ പറയുക കാര്യമുണ്ട്. അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ എന്തൊട്ട് ഞാനെന്താ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. എനിക്കും ഈ ഫോണിന് വരെ മനസ്സിലാവും. ചെറിയൊരു ഡൗട്ടുണ്ട്, എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കുന്നത്. ഒന്നുമില്ല, വെറുതെ പാറ്റി ഷോ പുതിയ ഡ്രസ്സാട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ പഴയതൊക്കെയാണ് ഈ ഡ്രസ്സ്. ഇഷ്ടപ്പെട്ടാവോ? ഞാൻ പറഞ്ഞു വന്ന കാര്യം വരുന്നത്, ഇപ്പോൾ കുറച്ച് ഷോ എല്ലാം കഴിഞ്ഞിട്ട് വരും. അവിടെ ഒരുത്തൻ്റെ ഷോ ഉണ്ട്, അതിൻ്റെ കൂടി എൻ്റെയും കൂടി ഷോ. വെറുതെ ഇരിക്കട്ടെ. അപ്പോൾ അവൻ ഡാൻസ് കളിക്കുന്നത് വെറും പട്ടി ഷോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പട്ടി ഷോ എന്ന് വെച്ചാൽ പട്ടി ഷോ ഞാൻ ഇന്നലെ എടുത്ത വ്ളോഗാണ് കേട്ടോ ഇത്. ഇന്ന് എനിക്ക് വ്ളോഗ് എടുക്കാനായിക്കില്ല. ഇന്നലെ സ്കൂളുണ്ടായിരുന്നു, പക്ഷേ ബസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാ പോകുന്നത്? ബസ്സില്ലെങ്കിൽ പിന്നെ പോകേണ്ട ആവശ്യമുണ്ടോ? കുറേ ദൂരമുണ്ട്, അതുകൊണ്ട് പോയിക്കില്ല. ഇനി തൊട്ടാണ് ഞാൻ വരുന്നത്. ബോറാവുന്നുണ്ടല്ലേ? ഞാൻ ചോദിച്ച മനസ്സിലായി, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല. ലൈക്കും ചെയ്തിട്ട് കുറച്ച് 5-3 മിനിറ്റ് കണ്ടിട്ട് ഞാൻ ഇനി ഇതിൻ്റെ ബേസിക് ഗിവ് അവേ ആണ് പറയുന്നത്. അപ്പം എല്ലാവരും നല്ല നോക്കണം, കാരണം ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും സീരിയസ് ആക്കി എടുത്തിട്ട് വേണം കമൻറ്റും ഇതെല്ലാം ചെയ്യാൻ. ഇൻസ്റ്റാഗ്രാമില്ലാത്തവർ എൻ്റെ വ്ളോഗിനും ഷോർട്സിനും ഒക്കെ ലൈക്കും ചെയ്യുക, ബെല്ലൈക്കനും കൂടി അമർത്തുക. ഓക്കെ, 84 ആണ്. 84-ന് 100-ലേക്ക് പോകുമ്പം
100 മൈനസ് 84. നിങ്ങൾ കണ്ടോ, ഞാൻ ഇപ്പം കുറച്ച് സമയം എടുക്കും. 84 അല്ല 82 സോറി. അപ്പം എനിക്ക് പറയാനായില്ല, 84 അപ്പം 18 ഉണ്ടാകുക. അത് ഞാൻ ഇപ്പം പറയും ട്വിസ്റ്റായിട്ട്. 84 അല്ല 82 സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. 100 മൈനസ് 82 ആണ്. 82 എന്ന് പറഞ്ഞാൽ 84 ആവുമ്പോൾ എനിക്ക് കുറച്ച് കിട്ടാത്ത 82 ആവുമ്പോൾ 18 സബ്സ്ക്രൈബേഴ്സും കൂടി നമുക്ക് മതി ഗൈസ്. കുറച്ച് 82 സബ്സ്ക്രൈബേഴ്സും കൂടി 100 ആയാൽ എനിക്കൊരു 100 ആയാൽ ഒരു ചെറിയ മിനി ബുക്ക് ഗിവ് അവേ ഞാൻ തരും. അത് മാത്രമല്ല, എനിക്ക് 1K ആയാലാണ് ഞാൻ ബാക്കി തരുക. 100 ആയാൽ തന്നെ ഒരു ചെറിയ മിനി നോട്ട് 100K എന്ന് പറയാം. 100 സബ്സ്ക്രൈബേഴ്സ് ആയി ചെറിയ മിനി ഇത്ര നോട്ടും പെന്നും കുറച്ച് സെറ്റായിട്ടാണ്, മീഷോയിലുള്ള സെറ്റായിട്ടാണ്. അപ്പോൾ 1K എന്തായിരിക്കും സർപ്രൈസ് കണ്ടറിയാം. വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഷോർട്സ് പിന്നെ പോസ്റ്റേഴ്സ് അതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആരെയാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ലിങ്ക് കൊടുക്കാം ഈ വീഡിയോൻ്റെ താഴെ. പേര് ഹല ജമൻ എന്നാണ്. എൻ്റെ ക്ലാസ്സിലാണ്, നല്ല പാട്ടുകാരിയാണ്. ഞാൻ മിണ്ടാണ്ടിരിക്കണേ. ഹല ജമാൻ എന്നാണ് പേര്. ഓള് ഒരു ബെസ്റ്റ് സിംഗറാണ്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ജില്ലയിലേക്ക് ബെസ്റ്റ് സിംഗറാണ് അവള്. അപ്പോൾ ഓളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ലിങ്ക് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഓളെ സബ് ചെയ്യുക. മെലഡി മ്യൂസിക് എന്നുള്ളൊരു പേജല്ല യൂട്യൂബ് ചാനലും കൂടി നിങ്ങൾ എന്താ പറയുക ഒരു ഇത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈബ ഫാത്തിമ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ ഇതൊക്കെ മതി. നിങ്ങൾ എന്തെങ്കിലും മസ്റ്റായിട്ട് യൂട്യൂബിൽ നിന്ന് ഗിവ് അവേ കിട്ടണമെങ്കിൽ എൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഷോർട്സോ അതിൻ്റെ അടിയിൽ ഒരു 4-5 നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര കമൻ്റ് ഇടാം. ഫുൾ കമൻ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ടതിന് ശേഷം ലൈക്ക്, സബ്സ്ക്രൈബ് പിന്നെ ഷെയർ ചെയ്യാം. 3 ചെയ്യാം. ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടിയും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടേ, കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ. ഞാൻ കുറച്ച് അധികം ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു ഗിവ് അവേ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൈസ കാലാവുന്നു. കാരണം അത്രക്കും നല്ലൊരു ഗിഫ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഞാൻ എന്തായിരിക്കും തരുന്നത്? നമുക്കറിയാലോ, ഞാൻ തരും, ഉറപ്പായിട്ടും ഞാൻ തരും. ഞാൻ കൊറിയർ അയക്കും അങ്ങോട്ട്. അത് അടുത്തുള്ളിയാണെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് വരാം. ദൂരെയാണെങ്കിലും വന്നെടുക്കണം കൊറിയർ. എൻ്റെ പേര് ലൈബ ഫാത്തിമ. ഈ വൈബ് ചെയ്തിരിക്കുന്നത് മൈ ബ്രദർ മുഹമ്മദ് ലിയാൻ. പിന്നെ ക്യൂട്ട് ഒലീവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അത് എൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഇവൻ്റെ ചാനലാണ്, ലിയാൻസ് വ്ലോഗ്. പിന്നെ ഞാൻ പേര് മാറ്റി. അപ്പോൾ ക്യൂട്ട് ഒലീവ് എന്നാക്കി. അതൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ജസ്റ്റ് അതിനകത്ത് കമൻറ്റ് ഉണ്ട്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യൂട്ട് ഒലീവ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എൻ്റെ ചാനലിനെ പറ്റി പറയാണ്. അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേര് ലൈബ, ദാറ്റ്സ് മൈ ബ്രദർ. എൻ്റെ ഉമ്മീനെ കാണിക്കാൻ ചേച്ചിക്ക്, പക്ഷേ എൻ്റെ ഉമ്മാനെ കാണിക്കാൻ പറ്റില്ല. അതൊരു ഇതാണ്, കാണിക്കാൻ പറ്റൂല.
അപ്പോൾ ഉപ്പാനെ കാണിക്കാമെന്ന് ചോദിച്ചത് ഉപ്പാനോട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു നോട്ട്. ഉപ്പാപ്പനെ കാണിക്കാമെന്ന് ചോദിച്ചത് ഉപ്പാപ്പനെയാണ് ഒരിക്കലും ഒരു 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 മുട്ടായി പാപ്പ കൊടുക്കുമ്പോൾ ഞാൻ അന്ന് കാണിച്ചിരിക്കുമെന്ന് തോന്നുന്നു, കാണിച്ചിട്ടുണ്ടാവും. ഒരു ഉപ്പാൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് സിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പേജുണ്ട്. പേജൊന്നല്ല ഒരു ഇതാ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പേര് മുബീന, ലിയാൻ, ലൈബ, പിന്നെ അമ്മദാജി, കുഞ്ഞിപ്പാത്താണ് നമ്മുടെ കുഞ്ഞിപ്പാത്താണ് എൻ്റെ ഉമ്മ. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ സ്കൂൾ ബെസ്റ്റീനെ പറഞ്ഞത് മൈ ബെസ്റ്റി ഈസ് നിമ നസ്രീൻ. നിമ നസ്രീൻ, ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്. പിന്നെ ഞാൻ പറയാണ് പിന്നെ ഒരു മദർസയിൽ പിന്നെ ആയിഷ. എൻ്റെ ഇവിടുത്തെ ഞാൻ ആയിഷാണ് അധികം എൻ്റെ യൂട്യൂബ് ചാനലിൽ അധികം ഞാൻ കാണിച്ചിട്ടുള്ള ഒരാളാണ് പാച്ചി ആൻഡ് ആയിഷ. പാച്ചിനെ ഞാൻ അധികം കാണിച്ചാണെന്നില്ല, കാരണം ഓള് ഇടയ്ക്കല്ലേ ഇവിടെ ഉണ്ടാവും, ഓളെ പോലെ അങ്ങനല്ലേ. അപ്പോൾ ആയിഷാനെയാണ് ഞാൻ മിക്കവാറും കാണിക്കല്. അപ്പം നമ്മൾ ആയിഷാനെ പറ്റി ഞാൻ പറയും. ആയിഷ നല്ല ഓള് ഭയങ്കര ഒരു എന്താ പറയുക നല്ല കുട്ടിയാണ്, ഇഷ്ടമാണ് ഓളാ. പിന്നെ അനിയത്തിയുണ്ട്, ഇപ്പം ഉണ്ടായ എത്ര മാസത്തിനും 6 or 5 മാസമുണ്ട്. പേര് ഇത്രയായിട്ടുള്ളൂ, കുഞ്ഞുമ്പാവയാണ്. പേര് ഫാത്തിമ ഹൈക്ക എന്നാണ്, ഗുഡ് നെയിമാണ്. ആയിഷാൻ്റെ ഇച്ചാച്ചൻ്റെ പേര് ഞാനെല്ലാം വിളിക്കുക റിച്ചു എന്നാണ്, റജ എന്നാ പേര്. ആയിഷുമ്മൻ്റെ പേര് ജസീല. പിന്നെ ആയിഷാൻ്റെ പല പേര് സമീർ. ഞാൻ അധികം അങ്ങോട്ടേക്ക് പോകുന്നില്ല, ഓളാണ് എൻ്റെ കൂടെ അധികം വീഡിയോസ് ഇല്ലല്ലേ ഉണ്ടാവുക. കുറേ ആൾക്ക് ആയിഷാനെ ഇഷ്ടമാണ്, എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടമാണ് ആയിഷാന. പിന്നെ 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 ഞാൻ പറയുന്നത് പിന്നെ ഞാൻ പറയുന്നത് ഫിദ ഞാൻ ഇടയ്ക്ക് കാണിക്കലുണ്ട്. ബരീറാണിയാണ് അധികം കാണിക്കുക. ബരീർ ഞാൻ മദർസയിലെ വ്ളോഗിലേക്ക് ഒരു കുറച്ച് പല്ലിങ്ങനായിട്ടുള്ള എത്തിയില്ല, ഓളാണ് ബരീറ. അധികം ഇവിടെ ഉണ്ടാവും. ഇന്ന് ഇവിടെ ഉണ്ടേനും ഞാൻ ഷോർട്സൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഉണ്ടേനും പിന്നെ അങ്ങ് പോയാണ്. പിന്നെ ഫിദയും ഫിദ മറ്റേ ഞങ്ങൾ മെഹ്റാൻ്റെ പുര പോയി കരനെത്തിയില്ല, ഓളെ പുര പോയി കരനെത്തി. വ്ളോഗ് കാണാത്തവരാണെങ്കിൽ മെസ്റ്റായിട്ട് കാണാം. ഓളായിരുന്നു കരഞ്ഞു കുത്തിക്കുന്നുണ്ട്, നല്ല രസമാണ്. ഞാൻ പോയ കൃത്യം ടൈമിങ്ങിന് കരയുന്നില്ല. ഓളാണ് ഇങ്ങനെ കരയുന്നു. ഞാൻ തൊള്ളർക്കും ചെല്ല പോളിയും മിണ്ടാണ്ടിരുന്ന തൊള്ളർക്കും ചെല്ല പോലും മേക്കപ്പ് മെപ്പിട്ടിരുന്നുള്ള പാട്ട് കളിക്കും. ഡബ്ബീന് എനിക്ക് ഇഷ്ടമില്ല. സോറി, അന്നേരം ഓൻ്റോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ഡബ്സീനെ പറ്റി ഇഷ്ടമില്ല എന്ന് പറഞ്ഞത്. ഓൻ്റോടുള്ള ദേഷ്യം വേറൊരു ഫ്രണ്ട് അയ്യോ. പിന്നെ ഇവളെ ഹലസമൻ ഞാൻ പറഞ്ഞിട്ട്. പിന്നെ സിനൂബ, നെക്സ്റ്റ് സിനൂബ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അവളെ ചരളിൽ നിന്ന് വിളിക്കുക. അവളെ പുറപ്പേരാണ്, അവളെ പേര് സിനൂബ ചരളിൽ നിന്നാണ്. അവൾക്ക് LSS കിട്ടിയിരുമ്പോൾ ട്രോഫിയിൽ സിനൂബ ചരളിൽ നിന്നുണ്ട്. ചരളിൽ നിന്ന് അവൾക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ ഫാത്തിമ KV, പിന്നെയുള്ള റഫ്ന ഷെറി, പിന്നെ എൻ്റെ നിമ കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷഹാന ഷെറിയാണ്. സെക്കൻഡ് ബെസ്റ്റി എന്ന് പറയുന്നത് ഷാനുവിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ മുകളിൽ കാണിക്കാം. ഹണി ചെസ് വേൾഡ് എന്നാണ്. വെരി ബ്രില്യൻറ്റ്, ക്ലാസ് ടോപ്പറാണോള്. പിന്നെ പക്ഷെ അവൾക്കൊരു ചെറിയൊരു ലൂസാണ്, കാരണം ഒരു സ്കെയിലാക്കി ഇങ്ങനെ എടുക്കും. ഒരു പാനിപൂരി തിന്ന്
കൈ ഇങ്ങനെ പിടിക്കും. ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ട്രൈ ചെയ്ത് നോക്കും. കൈ ഇങ്ങനെ മുട്ടി അങ്ങ് പിടിക്കും. എന്നിട്ട് ഒരു സ്കെയിൽ കൊണ്ട് ഇവിടെ ഇങ്ങനെ കുത്തുന്നതിനോടാണ് പാനിപ്പൂരി നിൽക്കുക, പാനിപ്പൂരി നിൽക്കുക. നേരെ തിന്നക്കെന്ന് പറഞ്ഞാൽ ആ എനക്ക് തരാത്തതിന് ചോദിച്ചിട്ട് സ്കെയിൽ കൊണ്ട് ഇങ്ങനെ കുത്തും. നേരെ തിന്നിക്കില്ല തിന്നാത്തതിന് ചോദിച്ചിട്ട് കുത്തും. തിന്നാത്തതിന് കാരണം പറഞ്ഞാലാ ഒന്ന് വിടുള്ളൂ. പാനിപ്പൂരി ഞാൻ ഇങ്ങനെ ഏത് നിൽക്കും. അപ്പോൾ ഇങ്ങനെ കുടിക്കും. ഇങ്ങനെ ഞാൻ 2-3 ബെഞ്ച് നിന്ന് ഇനി ചോടും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ നിന്ന് ആരും ഫേവറേറ്റ് ആയിട്ടില്ല. നല്ല ഇഷ്ടമുള്ള വിഷയത്തിൻ്റെ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇഷ്ടമാണ്, പിന്നെ ഹിന്ദി, സോഷ്യൽ. എന്നാലും ഇഷ്ടമുള്ള ടീച്ചർ എന്ന് പറഞ്ഞാൽ സെജി സാറാണ്. സാർ കഴിഞ്ഞ കൊല്ലം ഉണ്ടേനും ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം ഇംഗ്ലീഷിനും. പിന്നെ ഇതുകൊണ്ട് നല്ല സാറാ, ഒന്നും പറയുന്നില്ല, തീരെ ഒന്നും പറയൂല. ഭയങ്കര സ്ട്രിക്റ്റാണ് സ്ട്രിക്റ്റ്. സാറ് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ 3 ബെസ്റ്റീസ്. ഞാൻ ബെസ്റ്റീസിനെല്ലാം പറ്റി പറയും. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയുണ്ട് 2000 കൃത്യം എനിക്കറിയാം. 2023 തുടങ്ങിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ചാനലിൽ എനിക്ക് അപ്പോൾ ഒരു 8 വയസ്സ്, കൃത്യം 8 വയസ്സ്. എനിക്കിപ്പം 10 വയസ്സ്. ഞാൻ ഇപ്പോൾ നല്ല നീളം വെച്ചേക്കാം. ഞാൻ 8 വയസ്സുള്ള എൻ്റെ നീളം വെറും ഇത്രയേ ഉള്ളൂ. സത്യം ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്ക്. ആ നീളം തീരെ നീളമില്ല. ഞാൻ ഇത്രയുണ്ടാവും. ഇത്ര എനിക്ക് ഇപ്പൊ 8 വയസ്സിലിങ്ങനെ 9 വയസ്സിലിങ്ങനെ 10 വയസ്സാകുമ്പോഴത്തേക്ക് അങ്ങ് നീണ്ടുപോയി. ചെയ്യാൻ 10 വയസ്സാകുമ്പോഴത്തേക്ക് അങ്ങാട്ടിൻ്റെ അടുത്ത് പിടിച്ച് അങ്ങനത്തെ പോയി. 10 വയസ്സിൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഗായ്സ്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങിയിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കളിയാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ കല്ലാച്ചില്ലുമ്പോൾ കുറേ ആൾ എന്നെ തന്നെ ഇങ്ങനെ ആക്കിക്കൊള്ളു. ഞാൻ മുമ്പിൽ പോകാറുണ്ട്. ഞാൻ കല്ലാച്ചില്ലെല്ലാം പോകുമ്പോൾ ഒരു ചെറിയ മിനി വ്ളോഗെല്ലാം എടുക്കാൻ ചോദിച്ചിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ അങ്ങ് പോകും. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷനെല്ലാം വ്ളോഗെല്ലാം എടുക്കും. അപ്പോൾ ഓട്ടോറിക്ഷക്കാരോ ഇങ്ങനെ നോക്കും. ഞാൻ അല്ല ഓട്ടോറിക്ഷയ്ക്ക് പേരുണ്ടാവില്ല, പൊന്നോസ്, മുത്തോസ്, അങ്ങനത്തെ എല്ലാം പേരുണ്ടാവും. അപ്പോൾ ഞാൻ ചച്ചു എന്തോ അങ്ങനത്തെ ഒരു പേരുണ്ട് ആ ഓട്ടോറിക്ഷയിൽ. ആ ചക്കാരി റുബിയാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ക്രാഫ്റ്റിംഗ് ഐറ്റംസ് അങ്ങനെ ഒരു ക്രാഫ്റ്റിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കണ്ണ് ഫുള്ള് തള്ളിപ്പോയി. ഞാൻ ഉമ്മ ഒറ്റ ഒന്നിട്ടായി ഉമ്മയാണെങ്കിൽ പറ എന്നിട്ട് എന്തെല്ലോ പറയുന്നത്. എനക്കാണ് വീഡിയോ എടുക്കുന്ന നടക്കടായിട്ട് ഞാൻ പിന്നെ എത്തിക്കില്ല. പിന്നെ അത് വിട്ട് പോസ്റ്റാക്കിക്കൂല. നീ പോസ്റ്റാക്കണ്ട നിങ്ങൾ എന്നെ പറ. ഫുള്ള് കോമഡി. പക്ഷേ എനിക്ക് അതങ്ങനെ ഇഷ്ടമില്ല. പിന്നെന്ന് പറയുന്നത് ഞാനിങ്ങനെ എന്താ പറയുക, അല്ല ഇനി 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ USS ഗായ്സ്. ഇപ്പം USS നാളെ LSS കഴിഞ്ഞ് LSS ഞാൻ ഹോസ്പത്രിയിലായിരുന്നു. ഹോസ്പത്രി മീനിങ് അറിയാലോ, ഹോസ്പിറ്റൽ. ഞാൻ അഡ്മിറ്റ് ആയ രീതി കളിച്ചില്ലേ, ചക്കര മെല്ലവാ.
അപ്പം ഉമ്മനെ വ്ളോഗ് ഇത്രയുള്ളൂ. മദർസയിലെ പറഞ്ഞില്ല, മദർസത്തിന് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിഷ. പക്ഷെ ഓൾക്ക് കുറച്ച് ശരിയാട്ടാ. സ്കൂളത്തെ മദർസത്തെ രണ്ടാളുടെ ക്ലാസ്സിലാണ്. പിന്നെ മെഹറ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മെഹറേൻ്റെ പരേ കൊണ്ടുപോയി അവൾ ഇങ്ങനെ ഫോട്ടോയിൽ ഞാനിട്ടെ അത് കണ്ടിട്ട് സെക്കൻഡ് അല്ല മെഹറയും നീറയും സെക്കൻഡാണ്. നീറ എന്ന് പറയുന്നത് ഓളെ അപരിചിതമായിട്ടാണ് കാണാറുള്ളത്. കാരണം ഓള് പണ്ടില്ല ഇവിടെയാണ് ഓളെ തറവാട്ടിൽ ഓളെ പുതിയ പുര അങ്ങനെയാണ്. അപ്പോൾ ഓളെ പുതിയ പുര എടുക്കുന്നതിനുള്ളൂ. അപ്പോഴോളെ പുതിയ പുര എടുത്തരും ഓളെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. മറ്റേ തിരുവനന്തപുരം കോളേജിൻ്റെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു പാറയിലുള്ള സ്ഥലത്ത് മറ്റേ ഷിഫ്റ്റ് ചെയ്ത അടുത്തേക്ക്. അന്നേരം ആളെ മാറിയേരും. പിന്നെ ഓളെ ഇടക്കല്ല ഇവിടെ കാണാറുള്ളൂ. ഇവിടെ കാണുമ്പോൾ ഞാൻ വേഗം പോയി കളിക്കുകയും ചെയ്യും ഓളെ ഇന്ന്. പിന്നെ മറ്റേ ഓളെ ഉമ്മ അങ്ങനെ ഓളെ വിടൂല. മറ്റേ എന്നാ പുരയെ കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും. നേരെ ഓളെന്താക്കി വാശി പിടിച്ച് ഞാൻ സീനാക്കിയിട്ട് ഞാനൊരു വന്നു. ഞാനപ്പോൾ സർപ്രൈസ് ചെയ്തു. എൻ്റെ കൂടി ഓളെ വരെ അപ്പുറത്ത് ഒരു ടീനേനെ ഇത് ഓളും എൻ്റെ മനസ്സില എൻ്റെ ക്ലാസ്സിലാണ്. ഓളും മറ്റോളും ഞാനപ്പോൾ നേരെന്ന് എനിക്ക് അങ്ങ് പോയി. ഞാൻ ഓളിൽ ഇങ്ങനെ നിന്നിട്ട് ഓളില്ലേ വെറും സിഗ്നൽ ഇങ്ങനെ ഉണ്ടാക്കും. ഇവളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാം. ഈ ഓളിൽ ഇങ്ങനെ ആക്കും എന്താ പറയുക എന്തോ ഇല്ലാക്കും. തരാതര എങ്ങനെ ആയിരിക്കും ഇങ്ങനെ റോളിൻ്റെ അപ്പോൾ നേരെയാണ്. പിന്നെ ഫ്രണ്ട് എന്ന് പറയുന്നത് സജ്ജയാണ്. സജ്ജ കഴിഞ്ഞാൽ എന്ന് പറയുന്നത് മദർസ് അങ്ങനെ ഫ്രണ്ടില്ല. ബരീറ സോറി തേർഡ് ബരീറ, ഫോർത്ത് ഫിദ, ഫിഫ്ത്ത് തന്നെ അങ്ങനെ പറ്റൂല. നമുക്ക് മൂന്നാളെ ഒരേപോലെയാണ്. അപ്പോൾ നാലാമത്തത് ഓല കൊടുക്കാം. പിന്നെ അഞ്ചാമത്തെ സജ, പിന്നെ മെഹറിൻ, പിന്നെ ഇന്നറിയും ഇത്രയല്ല ഞാൻ കഴിച്ചുള്ളൂ. അജുവയുണ്ടോ അജുവ, പിന്നെ ഹിതയമനിക്ക്. ഓക്കെ അല്ലാണ്ട് മദ്രസ ഞങ്ങളെ ഉസ്താദ് ഉസ്താദാണ്. ഉപ്പാനെപ്പെട്ട ഉസ്താദാണ്. നല്ല സ്ട്രിക്റ്റാണ്. ഇപ്പം മക്കത്ത് പോയിട്ട് വന്നിട്ടേയുള്ളൂ. അപ്പോൾ മക്കത്ത് പോകുമ്പോഴേ ഞങ്ങൾക്കൊരു ഇഷ്ടമായിരുന്നു. നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഓറ നേരം എന്താ പറയുക സദർ സഖാഫി മറ്റേ മുഹമ്മദ് സയ്യിദ് മുസ്തഫ എന്നാണ്. ഞങ്ങൾ മുഹമ്മദ് സയ്യിദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നിരസിച്ചിരിക്കും. നേരെ ഉസ്താദ് പോകാനായാലും ഞങ്ങളെല്ലാം ഫസ്റ്റ് പോടി ഇങ്ങനെ വീം പോടി ഞങ്ങൾക്ക് ഫ്രീ പീരീഡ് കിട്ടുമല്ലോ എന്നല്ലോ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാൻ നിങ്ങളെ അടിച്ചല്ലോ മറ്റേ എന്താ പറയുക നിങ്ങൾ പഠിക്കേണ്ടിയിട്ടെന്നാണ്. പോടി ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ കണ്ണിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം വേഗം തുടുമ്പിയിരുന്നു. അപ്പോൾ ഞാളെല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അടുത്ത നിങ്ങളുടെ അടുത്ത് എനിക്ക് ഞാൻ ഇപ്പം വരുന്നത് എന്നിട്ട് ഒരു സഞ്ചി എടുത്തുണ്ട്, ഒരു വലിയ സഞ്ചി. ആ സഞ്ചി വേണ്ട, ആ സഞ്ചി നിറച്ചും ചോക്ലേറ്റ്സ്. ഞാൻ കാണപ്പാട് നാറിന് തുളുമ്പി എല്ലാം കരഞ്ഞു. സീനാക്കി ക്ലാസ് ഫുള്ള് എല്ലാവരും സീനാക്കി വെച്ചാൽ ഉസ്താദ് പോകുമ്പോൾ ഉസ്താദിൻ്റെ കൈയെല്ലാം കൊടുത്ത് ഞങ്ങൾ ഫുള്ള് കരഞ്ഞ് സീനാക്കി. അപ്പോൾ ഉസ്താദിന് തിരിഞ്ഞ് ഇനി ഇവിടെ നിന്ന സീനാവാൻ ഉസ്താദ് എന്താക്കി ഉസ്താദ് എന്നാൽ ഞാൻ പോയി ബൈ 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 എന്നെ ഒറ്റോട്ടോടി. ഞാനെല്ലാണെങ്കിലും ഞാളെ കണ്ണെല്ലാം ഫുള്ള് നിറഞ്ഞിട്ട് കുറേ നേരത്തെ കണ്ണെല്ലാം കണ്ണെല്ലാം നിറഞ്ഞ് ബ്ലഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ കരഞ്ഞിട്ടു ഇങ്ങനെ ആക്കിയിട്ടു എൻ്റെ മോളെ ഞാളെല്ലാം കരഞ്ഞിട്ട് ഫുള്ള് സീനയും നാളെ കരഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കില്ല. ഫുള്ള് കരഞ്ഞ് തുടുമ്പി പിടിച്ച്. കാരണം ഞാൻ മണി മറ്റേ എന്താ പറയുക നിങ്ങൾ പൊടി പക്ഷേ നല്ല പഠിക്കുന്ന കുട്ടിയൊക്കില്ല മറ്റേ ഓക്കെ വെച്ചോളൂ. ഞാൻ മറ്റേ ഹിഫീനല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് മറ്റേ ഇങ്ങനെ മെല്ലടിക്കാറ് ഇങ്ങനെ ഒന്ന് വീശോളൂ.
അന്നേരം ഞാനിങ്ങനെ അത് കാണുമ്പോൾ അപ്പം അവിടെ എന്തെങ്കിലും കിട്ടാണ്ടായാൽ എന്തെങ്കിലും ഒരു വരി കിട്ടാണ്ടായാൽ ആ വരിൻ്റെ തുടക്കം ഒന്ന് പറഞ്ഞു തരുമോ? അന്നേരം എനിക്ക് ഓർമ്മയില്ല. അന്നേരം ഞാൻ ബാക്കി പറഞ്ഞു. ഉസ്താദുള്ളതുകൊണ്ട് ഞാൻ ഒരു ഹിഫ്ള് ആദ്യമായിട്ട്, ഒരു ഹിഫ്ളല്ല 2-3 ഹിഫ്ള് ഞാൻ ഫുള്ള് ആദ്യമായിട്ട് ഒരു തെറ്റുമില്ലാണ്ട് ഉസ്താദുള്ളവരെ ഞാൻ അങ്ങനെ ഞാനങ്ങനെയെല്ലാം ഫുൾ കരച്ചിട്ട് ഞാൻ ഇതേടി വന്നിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു 5-3 മിനിറ്റ് എന്നാ പറഞ്ഞ മിനിറ്റ് ആയിട്ടാണല്ലോ, 1 മണിക്കൂറൊന്നും ഒരു 10 മിനിറ്റും കൂടി അരമണിക്കൂറുണ്ട്. അരമണിക്കൂർ നിങ്ങൾ കുത്തിയിരിക്കില്ലേ? എന്റെടോ നിങ്ങളെന്ത് സംഭവം തന്നെ കേട്ടാ. നിങ്ങളൊരു സംഭവം തന്നെ കേട്ടാ. അതെന്താന്ന് വെച്ചാല് നിങ്ങൾ 1/2 മണിക്കൂർ ഇവിടെ ഈ മോൻ എൻ്റെ അടുത്തായിരുന്നു. 54, 55, 56, 57, 58, 59, 9 മിനിറ്റ് കൂടി ഇരുന്നാൽ നമ്മുടെ ഇത് കഴിയും ഗായ്സ്. നല്ല സങ്കടമുണ്ട് ഗായ്സ്. അതിലെന്നെ അറിയുന്നത് ടിപ്പ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം എൻ്റെ ഇത് കാണിച്ചതല്ലേ, ഡ്രോയിങ് ബുക്ക്. നമുക്ക് എൻ്റെ ഡ്രോയിങ് ബുക്കാണ് കാണാം. That's my drawing book. And first I drawing this, a drawing book. Dance with Bestie. ഇതൊരു ബിയോ gift best memory drawings best in bestie. എൻ്റെ ബെസ്റ്റ് തന്നെ കേട്ടോ. ഓളൊരു ബ്ലൈൻഡ് ബാഗിലുള്ള സംഭവങ്ങളുണ്ട് അവള് വരച്ച്. ഇത് വരെ കവറ് വരെ ഒന്ന് ചാടാണ്ട് വെച്ചത്. അവളോട് ഞാൻ പറഞ്ഞു കിഞ്ഞു ഉണ്ടാക്കണേ. ഞാൻ പറഞ്ഞില്ല ഇനിമാണിത് അവളെ ഗിഫ്റ്റ് ആട്ടോ. ഐ ഹോപ്പ് യു ലൈക്ക് ഗിഫ്റ്റ്. ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എനിക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്നു. ഹൈ ലേബർ, ഐ എം നിമ. I and half year long our friendship, you my first true friend. എനിക്കില്ലേ ഇമോഷണലായി വേഗം കരച്ചിലേടുന്നല്ല കയറി വരുന്ന അള്ളാക്കാറുണ്ട്. നമുക്ക് ഇമോഷനായാൽ എൻ്റെ മോളെ പിന്നെ കരച്ചിലോട് കരച്ചിൽ. ബെറ്റർ ലവ് ബെറ്റർ. ഇപ്പോൾ സൗത്ത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അങ്ങനെയുള്ള എൻ്റെ അടുത്തുള്ള ബെറ്റർ ലവ് വിത്ത് യു. BFF, best friend forever. ഞാൻ കൊളാക്കി ഫുൾ കൊളായി. അപ്പോൾ ഗേൾസ് നമ്മുടെ നിർത്താൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ നിങ്ങൾ സമ്മതിക്കുന്നു, കാരണം എൻ്റെ ഈ പൊട്ടത്തെടുക്ക് നിന്നതിന് നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ്. ആൻഡ് ഇത് എനിക്ക് ഇത്ര തന്നാലും മതിയാവില്ല, കാരണം നിങ്ങൾ ഇത്രയും തരുന്നില്ല. അത് എൻ്റെ പൊട്ടത്തെടുങ്ങ മതി ഗൈസ്. Like, subscribe, share, give away. Bye. Rainbow official give away. 18 ഓർമ്മിക്കണ്ട. 18 Rainbow official. Bye.
Sorry. Bye. And Sophia. Sophia, the first. I am Snow White. You have a